നമസ്കാരം. PSC പൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹരിവരാസന പുരസ്കാരമാണ്. ഹരിവരാസന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു PSC ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട എല്ലാ ഫാക്റ്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, 2024 ഹരിവരാസന പുരസ്കാര ജേതാവായിരുന്നു. 2024 PK വീരമണിദാസനാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ് PK വീരമണിദാസനാണ്. 2023 ആരായിരുന്നു? 2023 ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ആലപ്പി രംഗനാഥനായിരുന്നു. 2022 ആരാണ്? ആലപ്പി രംഗനാഥനാണ്. ഒന്നുകൂടെ പറയാം. 2024 ആണെങ്കിൽ PK വീരമണിദാസനാണ്. 2023 ആണെങ്കിൽ ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ആണെങ്കിൽ ആലപ്പി രംഗനാഥനാണ്. ഓക്കെ, എങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടെ ഒരു എല്ലാത്തിലും ഒരു രാ കാണാൻ സാധിക്കില്ല. അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. വീരമണിദാസൻ ഉണ്ടോ? വീര ഉണ്ട്. ഇവിടെ ഒരു കുമാരൻ ഉണ്ട് അല്ലേ? മാര ഉണ്ട്. രാ ഉണ്ട്. ഇവിടെ ആലപ്പി രംഗനാഥനിലൊരു രായ ഉണ്ടോ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ രാ വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കും. ഇപ്പം ഹരിയും ദാസൻ്റെ തമ്പിയും കൂടെ കൂടിയിട്ട് ആലപ്പിക്ക് പോയിന്നോ? അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഹരിയും ദാസൻ്റെ തമ്പിയും കൂടെ കൂടിയിട്ട് ആലപ്പിക്ക് പോയിന്നോ? അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റ് വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് നൽകുന്നത് ഹരിവരാസന പുരസ്കാരം നൽകുന്ന ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടെ നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടിയാണ് ഹരിവരാസന പുരസ്കാരം നൽകുന്നത്. എത്ര രൂപയാണ് ഹരിവരാസന പുരസ്കാരത്തിൻ്റെ നിലവിലെ സമ്മാനത്തുക എന്ന് വെച്ചാൽ അത് 1 ലക്ഷം രൂപയാണ് കേട്ടോ. 1 ലക്ഷം രൂപയാണ് ഹരിവരാസന പുരസ്കാരത്തിൻ്റെ നിലവിലെ സമ്മാനത്തുക. 1 ലക്ഷം രൂപയാണ്. ഓക്കെ, അത്ര ആലോചിക്കുക. പിന്നെ 2012 ഇത് നൽകി തുടങ്ങിയത് 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത്. 2012 മുതലാണ് നൽകി തുടങ്ങിയത്. ഓക്കെ, ആദ്യത്തെ ജേതാവാരായിരുന്നു? ഹരിവരാസന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് KJ യേശുദാസിനാണ്. എന്നാൽ രണ്ടാമതായി ലഭിച്ചത് KG ജയനാണ്. രണ്ടാമതായി ലഭിച്ച ആർക്കാണ്? KG ജയനാണ് ലഭിച്ചത്. ആദ്യമായി ലഭിച്ച വനിത ആരാന്ന് വെച്ചാൽ അത് KS ചിത്രയാണ്. ഇതിനകത്തുണ്ടോ? എല്ലാത്തിലും ഒരു K കാണുന്നുണ്ടോ? ഓക്കെ, ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് 2012 ലഭിച്ച ആർക്കാണ്? KJ യേശുദാസിനാണ്. എന്നാൽ രണ്ടാമതായി ലഭിച്ചത് KG ജയനാണ്. രണ്ടാമതായി ലഭിച്ചത് KG ജയനാണ്. ആദ്യമായി ലഭിച്ച വനിത ആരാന്ന് വെച്ചാൽ KS ചിത്രയാണ് കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഹരിവരാസന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.